അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ, ഇപ്പോൾ ഈ കേരളത്തിൽ വാസ്തവത്തിൽ നമ്മൾ ഈ അടുത്ത ഇതിനു മുൻപും ചില ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ കണ്ടിട്ടുണ്ട്. നിർഭാഗ്യവശാൽ രാഷ്ട്രീയം ഒരു തരത്തിലും ചർച്ച ചെയ്യാത്തതായി ആ ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ ആദ്യഘട്ടത്തിൽ തന്നെ മാറുകയും ചെയ്തിട്ടുണ്ട്. അതാണല്ലോ നമ്മൾ കണ്ടിട്ടുള്ളത്. പകരം ഇങ്ങനെ ചില ഇമോഷണൽ എലമെന്റ്സ് അതിലേക്ക് കൊണ്ടുവരിക, ആ നിലയിൽ വൈകാരികമായി മുതലെടുപ്പുകൾ നടത്തുക, ഇതൊക്കെയാണ് നമ്മൾ കണ്ടത്. അതിനൊക്കെയും അപ്പുറം രാഷ്ട്രീയം, സജീവമായ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പായി നിലമ്പൂരിൽ ഇത് മാറും എന്നൊരു പ്രതീക്ഷ ഈ ഘട്ടത്തിൽ വെക്കാമോ രാഷ്ട്രീയ നിരീക്ഷകർക്ക്? തീർച്ചയായിട്ടും ഇല്ല. എനിക്ക് ഒരു പ്രതീക്ഷയില്ല. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ പറയുന്ന ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവര് കേരളത്തിൽ അഴിച്ചുവിട്ടിട്ടുള്ള ഒരു വർഗീയ ലൈനുണ്ട്. നോക്കൂ, KPCC അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ വെള്ളപ്പുക വരുവോ അല്ലെങ്കിൽ പച്ചപ്പുക വരുവോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമായി മാറിയിരിക്കുന്നു. അങ്ങനെ ഓർഡർ കൊടുത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതമേലധ്യക്ഷന്റെയോ മതസ്ഥാപനത്തിന്റെയോ ഓർഡർ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റായി KPCC മാറി. മുസ്ലിം ലീഗ് നേരത്തെ അങ്ങനെ തന്നെയാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഈ മതനിരപേക്ഷ രാഷ്ട്രീയത്തെ മൊത്തത്തിൽ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്നത്. അവർക്ക് അങ്ങനെ പറ്റൂ. അപ്പം വർഗീയമല്ലാത്ത ഒരു രീതിയിലും ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് ഒരു കാരണവശാലും പറ്റില്ല. അതിന് ഏറ്റവും ഉത്തമ ഉദാഹരണം കഴിഞ്ഞ പ്രാവശ്യത്തെ വടകര തെരഞ്ഞെടുപ്പാണ്. വടകര അവിടുത്തെ സിറ്റിംഗ് MP മാറ്റിക്കൊണ്ട് ഷാഫിയെ കൊണ്ടുപോകണം. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ എന്താ നടന്നതെന്ന് കാണുകയും ചെയ്തു. അതിനകത്ത് ഈ പറയുന്നല്ലേ തിരിച്ചൊരു കൗണ്ടർ നറേറ്റീവ് അവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ വർഗീയതയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അദ്ദേഹം ഇവിടുന്ന് അങ്ങോട്ട് എന്തിനു പോയി, എന്റെ സ്ഥാനം കൂടെ പോയൊരവസ്ഥ വന്നു എന്ന് മുരളീധരൻ വരെ പറയുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് വർഗീയമായ ലെവലിലേക്ക് ഇതിനെ അത് മാറ്റും. അൻവർ അതിനത് മിടുക്കനാണ്. ഇന്ന് നോക്കൂ, അൻവർ പറഞ്ഞിരിക്കുന്നത് ഏത് ചെകുത്താനായാലും കുഴപ്പമില്ല സ്ഥാനാർത്ഥി എന്നാണ്. അപ്പൊ അദ്ദേഹം ഞാൻ നിലകൊള്ളുന്നത് എന്തിനാണ്, ഞാൻ എന്റെ രാഷ്ട്രീയം സംസാരിക്കുന്നത്, ഞാൻ എന്റെ ജനങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത്, ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ മത്സരിച്ച് ജയിപ്പിക്കുമ്പം ആ ഇടതുപക്ഷ മൂല്യങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ നോക്കും. ഈ പറയുന്ന കേരളത്തിൽ സംസ്ഥാനത്ത് മൊത്തത്തിൽ വികസനത്തിന്റെ ഒരു അന്തരീക്ഷമുണ്ട്. അത് ആരോഗ്യരംഗത്താണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ഓരോ രംഗത്തെടുത്തു കഴിഞ്ഞാൽ സർവ്വതല സ്പർശിയായ വലിയ വികസനം സംസ്ഥാനത്ത് നടക്കുന്നു. ആ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ആ ഫലം നിങ്ങളുടെ മണ്ഡലത്തിലേക്ക് കൂടെ വ്യക്തമായി കൊണ്ടുവരാൻ ഒരു LDF MLA വേണമെന്നാണ് നമ്മൾ പറയുക. ഞാൻ വോട്ട് പിടിക്കുന്നത് എനിക്ക് VD സതീശനെ എതിർക്കാനായി അല്ലെങ്കിൽ മറ്റൊരാളെ എതിർക്കാനായി ഉള്ളൊരു അവസരമായി ഞാനിത് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ എന്റെ രാഷ്ട്രീയം ചെറുതായി എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. അങ്ങനെ ഒരാളെ എതിർക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയമായി യഥാർത്ഥത്തിൽ അൻവർ ഒരു ആന്റഗണിസ്റ്റിക് പൊസിഷനിലാണ് നിൽക്കുന്നത്. അൻവർ ഇസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ സെയിങ് പൊളിറ്റിക്സ്, ഈസ് അഗെയിൻസ്റ്റ് സമ്മൺ. അതിപ്പോ രാഷ്ട്രീയമല്ല, അത് അധികം നാൾ നിലനിൽക്കുന്ന രീതിയുമല്ല. നോക്കൂ, ഒരാൾ വന്നിരുന്ന്, എന്നെ കേൾക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട കാര്യം, ഒരാൾ വന്നിരുന്ന് നമുക്ക് താല്പര്യമുള്ള രീതിയിൽ ഒരുപാട് കുറ്റം അങ്ങ് പറയുക എല്ലാ ദിവസവും. അങ്ങനെ കുറ്റം പറഞ്ഞാൽ സാധാരണഗതിയിൽ ആൾക്കാർ വിചാരിക്കും ഇതിനകത്ത് എന്തേലും കാണും. ഇതിനകത്ത് എന്തേലും കാണാതിരിക്കുന്ന പ്രശ്നമില്ല, ഒന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ എന്നാലും ഈ പറയുന്ന സനോജ് പറഞ്ഞതുപോലെ അത്രയും വലിയ മീഡിയ സ്പേസ് ആണ് ഈ കേരളത്തിൽ അവർക്ക് കിട്ടിയത്. അത് മീഡിയ ചേർത്ത് വായിക്കേണ്ടതിന് കാരണം നോക്കൂ, അൻവർ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരന് യഥാർത്ഥത്തിൽ മീഡിയയുമായി അത്രത്തോളം പ്രശ്നം ഉണ്ടായിരുന്ന ആളാണ്. ഈ പറഞ്ഞ ഏഷ്യാനെറ്റിലുള്ള ആൾക്കാരെ തല്ലുകൊടുക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. പക്ഷേ അൻവർ CPM വിരുദ്ധനും പിണറായി വിരുദ്ധനും ആയ ശേഷം ഈ പറയുന്ന മാധ്യമപ്രവർത്തകരൊക്കെ ഏഷ്യാനെറ്റിന്റെ അടക്കമുള്ള മാധ്യമപ്രവർത്തകര് അൻവറിന്റെ അടുക്കളയിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അപ്പം എങ്ങനെയാണ് ചെങ്ങാത്ത ഉണ്ടാക്കുന്നതെന്നും എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്നും എങ്ങനെയാണ് അൻവർ ഏറ്റവും എതിരെ നിന്ന മാധ്യമങ്ങൾ എത്ര പെട്ടെന്ന് അൻവറിന്റെ സുഹൃത്തായതെന്നും നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, എന്റെ വിശ്വാസത്തിൽ ഈ പറയുന്ന വരാൻ പോകുന്ന ദിവസങ്ങളിൽ ദുഷ്പ്രചരണങ്ങൾക്ക് വലിയ പങ്കുണ്ട്. അത് അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. നോക്കൂ, പിണറായി വിജയന്റെ കാര്യം പറഞ്ഞു കഴിയുമ്പോൾ അടുത്ത പറയുന്നത് മരുമോൻ എന്നുള്ള പ്രയോഗമാണ്. ഈ പറയുന്ന വീണ വിജയൻ എന്ന് നോക്കൂ, വീണ വിജയനോട് എനിക്ക് വ്യക്തിപരമായ ഒരു താല്പര്യമുള്ള ഒരാളൊന്നുമല്ല. കാര്യം പിണറായി വിജയന്റെ ഒരു മോഡൽ അല്ലാതെ നമുക്ക് അതിനോട് വേറെ കണക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്ന ഒരു ലീഡറാണ്. അത്രേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ഒരു മകൾ, അവരെ പൊളിറ്റിക്സിലേക്ക് കൊണ്ടുവന്ന് അല്ലെങ്കിൽ അവർക്ക് താല്പര്യപ്രകാരം അവരൊരാളെ കല്യാണം കഴിക്കുന്നു. പക്ഷെ കല്യാണം കഴിച്ച ആരെയാണെന്നുള്ള ചോദ്യമുണ്ട് അല്ലേ? ആ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ അയാള് ഈ പറയുന്ന വ്യക്തി DYFIയുടെ കേന്ദ്ര നേതൃത്വത്തിലുള്ള ഒരാളാണ്, അതിന്റെ അധ്യക്ഷനായി വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. കേരളത്തിൽ ഇപ്പൊ സനോജിനെ പോലെ ഒരാളെടുക്കുക, DYFIയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് അദ്ദേഹം. ആ സംസ്ഥാന സെക്രട്ടറി ആകാൻ അദ്ദേഹം എന്തോ ഒരു പണി എടുക്കുന്നുണ്ടാവും. ഈ പറയുന്ന എല്ലാ യൂണിറ്റുകളിലും എല്ലാ ജില്ലാ തലത്തിലും ഈ സംസ്ഥാനത്ത് മൊത്തം ഓടി നടന്ന് രാഷ്ട്രീയം പറയുന്ന ഒരാളല്ലേ സനോജ്. അത് കഴിഞ്ഞിട്ടല്ലേ ഈ സ്പേസ് കിട്ടുന്നേ.
അപ്പൊ അങ്ങനെ വർക്ക് ചെയ്ത് SFIയിലും DYFIയിലും ഒക്കെ വർക്ക് ചെയ്ത് അദ്ദേഹം കേന്ദ്ര നേതൃത്വത്തിലേക്ക് എത്തിയ ശേഷം അദ്ദേഹത്തിന് ഒരു സ്ഥാനമാനം കിട്ടുന്നു, അല്ലെങ്കിൽ അതിനനുസരിച്ച് പാർട്ടി പരിഗണിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് മുഖ്യമന്ത്രിയുടെ മരുമോനായതുകൊണ്ടാണ്. അതിന് പറയുന്ന ഒരു മര്യാദകേടാണ്. ഇപ്പൊ റഹീം കേരളത്തിന്റെ DYFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആളാണ് റഹീം. റഹീമിന് കഴിഞ്ഞ പ്രാവശ്യം നിയമസഭാ തലത്തിൽ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുത്തില്ല CPM കൊടുക്കാനുള്ള സാഹചര്യം വന്നില്ല. അപ്പൊ ഇവരെല്ലാം കൂടെ പറഞ്ഞു റഹീമിനെ ഒതുക്കി. അവസാനം റഹീമിന് പാർലമെന്റിൽ ഇത് കൊടുത്തു. റഹീം വന്നതിനെക്കാട്ടിലും മുമ്പ് ഈ പാർട്ടിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് വന്ന ഒരാളാണ് ഈ പറയുന്ന റിയാസ്. അല്ലേ? സത്യമല്ലേ അത്? അതിനകത്ത് എന്തിനാ കള്ളത്തിലാവുന്നേ? അങ്ങനെ റഹീമിന് പാർലമെന്റ് മെമ്പർ സ്ഥാനം കൊടുക്കുകയും, അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ അദ്ദേഹം DYFIയുടെ ആദ്യ ഘട്ടത്തിൽ തന്നെ അദ്ദേഹം വർക്കല കഹാറിനെതിരെ മത്സരിക്കുന്നുണ്ട്. അങ്ങനെ സീറ്റ് കൊടുക്കുകയും ഒക്കെ വന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രവർത്തന പാരമ്പര്യത്തെ മൊത്തം റദ്ദ് ചെയ്തുകൊണ്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിച്ച് പിണറായി വിജയന്റെ മരുമോനാക്കുക. പിണറായി വിജയന്റെ മരുമോൻ അല്ലാതെ ഒരു ഐഡന്റിറ്റി ഉറപ്പായിട്ടും ഇദ്ദേഹത്തിന് ഇല്ലേ? ഉണ്ടല്ലോ. അതില്ലാത്ത എന്താണ്? അപ്പൊ എനിക്കിത് മനസ്സിലാകാത്തൊരു കാര്യം. അങ്ങനെയാണെങ്കിൽ ഞാനത് കൂടുതൽ അതിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അത് മോശമായി പോകും. അപ്പൊ നമ്മൾ ഒരാളിലേക്ക് കേന്ദ്രീകരിച്ച് അവരുടെ ലക്ഷ്യമാക്കുന്നത് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. കാര്യം പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനിഷേധ്യനായ നേതാവാണ്. അദ്ദേഹം കേരളത്തിലെ ഏറ്റവും ടോളസ്റ്റ് ലീഡറാണ്. അദ്ദേഹം പറയുന്നത് അച്ചടക്കത്തോടുകൂടി ബാക്കിയുള്ളവർ കേൾക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വലിയ വില കൊടുക്കുന്നുണ്ട്. അതൊന്നും ഇവർക്ക് സൂഹിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ പ്രശ്നം. നോക്കൂ, പിണറായി വിജയന്റെ കയ്യിലെല്ലാം തീരുമാനിക്കുന്നു പിണറായി വിജയൻ ഒറ്റയടിക്ക് തീരുമാനിക്കുന്നുമില്ല. പക്ഷെ പിണറായി വിജയന്റെ വാക്കിന് ഈ പാർട്ടി വലിയൊരു വില കൊടുക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെ തെറ്റാകുന്നത്? അത് AICC അധ്യക്ഷൻ പറഞ്ഞത് കേൾക്കാത്ത കോൺഗ്രസ്സുകാരുള്ളിടത്ത് അവർക്ക് അങ്ങോട്ട് കാര്യം വരുന്നേ ഉള്ളൂ. അപ്പൊ ഒരാളെ ബിലിറ്റിൽ ചെയ്യാനായിട്ട് നിങ്ങൾ ഒരു ഓപ്പർച്യൂണിറ്റി എടുക്കണം. ഇഫ് യു ആർ ട്രൈങ് ടു ടേക്ക് ആൻ ഓപ്പർച്യൂണിറ്റി ഇൻ എവറിത്തിങ് യു വിൽ ബി ഏബിൾ ടു ഫൈൻഡ് ഇറ്റ്. കാര്യം നിങ്ങൾ കുറ്റപ്പെടുത്താനാണെങ്കിൽ നിങ്ങൾക്ക് അത് പറ്റിക്കൊണ്ടേയിരിക്കും. പക്ഷെ അങ്ങനെ ഈ പറയുന്ന സങ്കുചിതമായ രാഷ്ട്രീയം പറയാൻ ഇന്ന് എനിക്ക് തോന്നുന്നു അൻവർ പറഞ്ഞിരിക്കുന്നത് പിണറായി വിജയൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് പിണറായി വിജയന്റെ മോള് വന്ന് മത്സരിച്ചോട്ടെ, അങ്ങനെ വരെ അദ്ദേഹം പറഞ്ഞു ഞാൻ കേട്ടു. അപ്പൊ ഇത് ഒരു ശരിയായ രീതിയിലേക്ക് പോകും. താങ്കളുടെ ചോദ്യത്തിനാ ഞാൻ മറുപടി പറയുന്നത്. ഇത് സങ്കുചിതമായി അല്ലാതെ വിശാലാർത്ഥത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയമോ വലതുപക്ഷ രാഷ്ട്രീയമോ ആ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് നടക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമാണ്. അദ്ദേഹം ഈ സ്റ്റേജ് മൊത്തം സംസാരിക്കാൻ പോകുന്നത് പിണറായി വിജയനെതിരെയും ഈ പറയുന്ന മരുമോൻ ഫാക്ടറും ഒക്കെ ആയിരിക്കും അദ്ദേഹം പറയാൻ പോകുന്നത്. പിണറായി വിജയന്റെ രാഷ്ട്രീയത്തെ തൊട്ട് ഏതെങ്കിലും തരത്തിൽ CPMന്റെ രാഷ്ട്രീയത്തെ തൊട്ട് എന്തെങ്കിലും സംസാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല.